Hello dears, welcome back. അപ്പോൾ ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കി നോക്കാം. അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ബീഫ് ചില്ലിക്ക് വേണ്ടി ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റുമാണ് പറയുന്നത്. ബീഫ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ബീഫ് വേകുമ്പോഴത്തേക്കും നമുക്കത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോക്കുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. നിങ്ങൾ ബീഫ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസും കൂടുതൽ എടുക്കുക. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, അതിലേക്ക് 1 മുട്ടയുടെ വെള്ള, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് സോസാണ്. അപ്പോൾ ഞാൻ 3 സോസും കൂടെ മിക്സ് ചെയ്തതാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ തന്നെ സോയാ സോസ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അല്പം കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ചെറുനാരങ്ങയുടെ പകുതിയാണ്, അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം വലിയ നാരങ്ങയാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കുക. ഇപ്പോൾ ഈ ബാറ്റർ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒത്തിരി തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ ബീഫും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. പൊതുവേ ബീഫ് ചില്ലിക്ക് നീളത്തിലുള്ള പീസുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഈ പീസുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുങ്ങി വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ഇതാദ്യം ചെയ്യുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആ എണ്ണയിലേക്ക് ഇറങ്ങും, അതുപോലെ ബീഫിലേക്കും ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മളിത് വറുത്ത് കോരുന്നത്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ, നല്ല ചുവന്ന കളർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിലൊരു നാരങ്ങയുടെ പീസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.